നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ കോപ്പ അമേരിക്കയുടെ ഫൈനൽ മത്സരത്തിൽ തങ്ങളാണ് വിജയിക്കേണ്ടിയിരുന്നത് എന്നും റഫറിയുടെ തെറ്റായ തീരുമാനങ്ങളാണ് അർജന്റീനയ്ക്ക് ഗുണകരമായി മാറിയത് എന്നും ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് കൊളംബിയ. പലവട്ടം മാധ്യമങ്ങളോട് ആ കാര്യം ഹാമേസ് റോഡ്രിഗസ് പറഞ്ഞു കഴിഞ്ഞതാണ്, നമ്മളത് കേട്ടിട്ടുള്ളതുമാണ്. ആ കോപ്പ അമേരിക്ക നമുക്കറിയാം, ഫൈനൽ മത്സരത്തിൽ 1-0 കൊളംബിയയ്ക്ക് മേൽ അർജന്റീന അന്ന് വിജയിച്ച് കയറിയിട്ടുണ്ടായിരുന്നത്. ലൗട്രോ മാർട്ടിനസ് എക്സ്ട്രാ ടൈമിൽ നേടിയ ഗോളിനാണെന്ന് അർജന്റീന വിജയിച്ചത്. അതിൻ്റെ പകയൊടുങ്ങാതെ നടക്കുന്ന കൊളംബിയ അതിനുശേഷം അർജന്റീനയെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ കയ്യിൽ കിട്ടിയപ്പോൾ 2-1 പൊട്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ വീണ്ടും അവർ തമ്മിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ്. ആ കളി ഈ ചൊവ്വാഴ്ചയാണ്. ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂൺ 11 പുലർച്ചെ 5:30 ആ കളി നടക്കുന്നത്. അർജന്റീനയിലെ എസ്റ്റാഡിയോ മാസ് മോണമെൻ്റൽ സ്റ്റേഡിയത്തിലാണ് ആ കളി നടക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും പക തീരാതെ വരുന്ന കൊളംബിയ, പ്രത്യേകിച്ച് അവർക്ക് വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ ഉറപ്പിക്കാൻ ഇനിയും കടമ്പകളുണ്ട്. 15 കളി 21 പോയിന്റുമായിട്ട് 6ാം സ്ഥാനത്ത് ഒരു വല്ലാത്തൊരു പോയിന്റിൽ നിൽക്കുകയാണ്. അവർ മുന്നോട്ട് പോകണമെങ്കിൽ കാലിടറരുത് എന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു പക കൂടി വീട്ടാനുണ്ടാകുമ്പോൾ അവർ കൈമൈ മറന്ന് പോരാടുമെന്ന കാര്യം ഉറപ്പാണ്. പക്ഷെ അർജന്റീനയ്ക്കൊന്നും നഷ്ടപ്പെടാനില്ല, അവരെല്ലാം നേടിക്കഴിഞ്ഞു. വേൾഡ് കപ്പ് ക്വാളിഫയറിൽ 1ാം സ്ഥാനം, അതിനി ഇളകില്ല. ഓൾറെഡി വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ നേടിക്കഴിഞ്ഞ അർജന്റീനയാണ്. 15 കളി 34 പോയിന്റ്. സോ ഈ മത്സരത്തിന് ഇറങ്ങുമ്പോൾ അർജന്റീനയ്ക്ക് ആകെ ഭീഷണിയായിട്ടുള്ളത് ഇതിൽ കാർഡ് കിട്ടിയാൽ കുറേ താരങ്ങൾക്ക് അടുത്ത കളിയിൽ സസ്പെൻഷൻ വരാം എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ പരിക്കും സസ്പെൻഷനും ഒക്കെ കാരണം അർജന്റീനയ്ക്ക് കുറച്ച് താരങ്ങളെ നഷ്ടമായിട്ടുണ്ടായിരുന്നു. അവരൊക്കെ തിരിച്ചു വരികയാണ്, റിക്കവേർഡ് ആയിട്ടുണ്ട്. അതേസമയം ഒരു താരത്തെ നഷ്ടപ്പെടുകയും ചെയ്യും കോച്ചിന്. അത് നിക്കോളാസ് ടാഗ്ലിയാഫിക്കോയാണ്. അദ്ദേഹത്തിന് അടുത്ത മത്സരത്തിൽ കളിക്കാൻ പറ്റില്ല, സസ്പെൻഷനാണ്. അതൊഴികെ ബാക്കി താരങ്ങളൊക്കെ മടങ്ങിയെത്തുന്നു എന്നുള്ള ഒരു ആശ്വാസം എന്തായാലും കോച്ച് ലയണൽ സ്കലോനിക്കുണ്ട്. എന്നാൽ ഇനി ഈ കളിയിൽ യെല്ലോ കാർഡ് കിട്ടുകയാണെങ്കിൽ സസ്പെൻഷൻ ഭീഷണിയിൽ കുറച്ച് കളിക്കാരുണ്ട്. മറ്റാരുമല്ല, ഹുലിയൻ ആൽവരസ്, റോദ്രിഗോ ഡി പോൾ, ലൗട്രോ മാർട്ടിനസ്, ഇസിക്കിയൽ പലാസിയോസ്, തിയാഗോ അൽമൈഡ, ജിയോവാനി ലോച്ചെൽസോ. ഈ താരങ്ങൾക്ക് ഒരു യെല്ലോ കാർഡ് കിട്ടുകയാണെങ്കിൽ പുറത്തിരിക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാകും അടുത്ത കളിക്ക്, അതായത് കൊളംബിയക്കെതിരല്ല, അതിനുശേഷമുള്ള 2 മത്സരങ്ങളിലെ ആദ്യ കളിക്ക്. അപ്പം അതുകൊണ്ട് അത്തരത്തിൽ ഒരു റിസ്കിലേക്ക്, ഇപ്പോൾ ആവശ്യമില്ലാത്ത ഒരു റിസ്കിലേക്ക് പോകേണ്ടതൊന്നുമില്ല കോച്ചിന്. കാരണം ഓൾറെഡി ക്വാളിഫൈഡ് ആണല്ലോ. യുവതാരങ്ങൾക്ക് അവസരം കൊടുക്കാൻ ഒരുപക്ഷെ അദ്ദേഹം ശ്രദ്ധിച്ചാൽ ടീമിൽ വീണ്ടും മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് തന്നെ വേണം കരുതാൻ. എന്തായാലും ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ അടുത്ത കളിക്ക് നിക്കോളാസ് ഓട്ടാമെന്റെയും ലിയാൻഡ്രോ പെരേഡസും എൻസോ ഫെർണാണ്ടസും നിക്കോളാസ് ഗോൺസാലസും ഒക്കെ അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ്. വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.